കണ്ണൂർ സ്പോർട്സ് സ്കൂൾ ഹോസ്റ്റലിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി 17 കുട്ടികളാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് സൈഫുള്ള ചേരുന്നു. തുടർക്കഥയാവുകയാണ് ഭക്ഷ്യവിഷബാധ. വിശദാംശങ്ങൾ. ധന്യ, ഇന്നലെ രാത്രി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന 4 വിദ്യാർത്ഥികൾക്ക് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇന്ന് രാവിലെയും ഏതാനും 10-ലധികം പേർ ഇതേ രീതിയിൽ വയറുവേദനയും ഛർദിയും അനുഭവപ്പെടുന്നതായി ഹോസ്റ്റൽ വാർഡനെ അറിയിച്ചു. തുടർന്ന് ഇവരെയും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചു. തുടർന്നാണ് ഭക്ഷ്യവിഷബാധയാണ് കാരണമെന്ന് മനസ്സിലായത്. ഇത് 2ാം തവണയാണ് ഭക്ഷ്യവിഷബാധ സ്പോർട്സ് ഹോസ്റ്റലിൽ ഉണ്ടാവുന്നത്. നേരത്തെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ 14-ാം തീയതിയാണ് ഹോസ്റ്റലിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായിരുന്നത്. അന്ന് കോർപ്പറേഷൻ ആരോഗ്യ വകുപ്പ് അടക്കം സ്ഥലത്ത് പരിശോധന നടത്തി കുടിവെള്ള സാമ്പിളൊക്കെ ശേഖരിച്ചെങ്കിലും അതിൻ്റെ പരിശോധനാ ഫലങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല, കുട്ടികളുടെ ഭക്ഷണ മെനുവിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഹോസ്റ്റൽ അധികൃതർ. ഇതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ പലതവണ ഹോസ്റ്റൽ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതാണ് ഭക്ഷ്യവിഷബാധ ഉയരാനുള്ള കാരണമെന്ന് പറയുന്നു. നേരത്തെ ശേഖരിച്ച വെള്ളത്തിൻ്റെ സാമ്പിൾ അടക്കം പരിശോധിച്ച് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടോ എന്നുള്ള റിപ്പോർട്ട് ഇത്രയും ദിവസമായിട്ടും എത്താത്തതിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം നടപടികൾ, അതായത് അത്രയും അധികം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ്, എന്തുകൊണ്ട് നടപടികൾ വൈകിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ഒരു ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും 17 പേരാണ് ഇന്നലെയും ഇന്നുമായി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചത്. ഏതാനും ഉച്ചയോടുകൂടി തന്നെ കണ്ണൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഹോസ്റ്റലിൽ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ധന്യ. AKG Memorial Cooperative Hospital, Kannur.